വർഷങ്ങളാണ് ലെതർ പന്തിൽ നിന്നും സ്മാർട്ട് ബോളിലേക്ക് ഉള്ള പരിണാമത്തിന് എടുത്തത്, അല്ലെങ്കിൽ യാത്രയ്ക്ക് എടുത്തത്. അതാണ് നാം ഇന്നറിയുന്നത്. ഇയർ ബൈ ഇയറിലൂടെ ഫുട്ബോളിന്റെ ആ ബോളിലേക്കാണ് നാം വരുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് കാണുന്ന ലോഗോ, അതായത് എംബ്ലം, ഔദ്യോഗിക മാസ്കോട്ട്, മുദ്രാവാക്യം, സ്ലോഗൻ, ഔദ്യോഗിക പന്ത്, ഒഫീഷ്യൽ മാച്ച് ബോൾ എന്നിവ ഒരേ സമയം തുടങ്ങിയതല്ല ഫുട്ബോളിൽ എന്നറിയുക. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിക്ക് ഓഫ് 2026 മൂന്നാം ഭാഗം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യം നാം പന്തിലേക്കാണ് വരുന്നത്, ഗെയിമിലേക്കല്ല. മെയിൻ താരം ഫുട്ബോൾ തന്നെയല്ലേ. ഒരു ഫുട്ബോൾ കളിയുടെ, ഒരു ഗെയിമിന്റെ താരം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അതില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ 22 പേർക്കും ഓരോ ബോൾ വെച്ച് കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അതെ, ആ ബോളാണ് പ്രധാനമെന്ന് അച്ഛന് മനസ്സിലായി. ഫുട്ബോൾ കളിയുടെ പ്രധാന താരം ബോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്നറിയേണ്ടത് ബോളിനെ പറ്റിയാണ്. തുടങ്ങുകയാണ് ബോളിനെ പറ്റി. ആദ്യം പന്ത്. ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ രൂപം, ഷേപ്പ്, വലിപ്പം, അതായത് സൈസ്, ഭാരം, അതായത് വെയിറ്റ്, നിർമ്മാണ രീതി, ഉപയോഗിക്കുന്ന വസ്തു എന്നിവ കാലക്രമേണ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആദ്യകാല ഫുട്ബോൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അറിയില്ല എന്ന് തന്നെ പറയാം, അല്ലേ? 1930, 1960 വരെയുള്ള ആ കാലഘട്ടങ്ങളിലെ പന്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അന്ന് യഥാർത്ഥ ലെതർ കൊണ്ടാണ്, ജെന്യുയിൻ ലെതർ കൊണ്ടാണ് ആ ബോളിനെ നിർമ്മിച്ചത്. 12 മുതൽ 16 വരെയുള്ള ലെതർ പാനലുകൾ തുന്നിച്ചേർത്ത രൂപം ആണ് അത്. മഴ പെയ്താൽ ലെതർ പന്ത് വെള്ളം വലിച്ചെടുക്കും. ആയതിനാൽ പന്ത് വളരെ ഭാരമുള്ളതാകും. അവർ ചെയ്യുന്ന ലെതർ പന്തിന്റെ മുകളിൽ പെയിന്റ് ചെയ്യുമെങ്കിലും അത് വെള്ളം കുടിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ. അത് ഹെഡ് ചെയ്യുമ്പോൾ താരങ്ങൾക്കത് തലയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചിലപ്പോൾ സ്കള്ളിന് വരെ പ്രശ്നമാകും. പല പരിക്കുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1970 ഏറ്റവും വലിയ മാറ്റം വന്നത്. 1930 മുതൽ 1960 വരെ അത്രയധികം വ്യത്യാസമില്ല, ആ ഒരു തലങ്ങളിലാണ് പോയിരുന്നത്. 1970 ലോകകപ്പിൽ ആദ്യമായി അഡിഡാസ് ടെൽസ്റ്റർ എന്ന ഔദ്യോഗിക പന്ത് അവതരിപ്പിച്ചു. കറുപ്പും വെളുപ്പും നിറമുള്ള 32 പാനൽ ഡിസൈൻ ആണത്. അന്നത്തെ കറുപ്പും വെളുപ്പും ടെലിവിഷനുകളിൽ പന്ത് വ്യക്തമായി കാണാൻ വേണ്ടിയായിരുന്നു ഈ നിറങ്ങൾ. ഒരു വെള്ള ബോളാണെങ്കിൽ ഒരുപക്ഷെ ടെലിവിഷനിൽ അത് കാണില്ല. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്തിരുന്നത്. ഇനി ആധുനിക കാലത്ത്, അതായത് ഇന്നത്തെ ലോകകപ്പ് പന്തുകൾ യഥാർത്ഥ ലെതർ അല്ല എന്ന് മനസ്സിലാക്കുക. സിന്തറ്റിക് പുറംപാളിയാണ്, അതായത് സിന്തറ്റിക് പോളിയുറേത്തേൻ പാളിയാണ് ബോളിനുള്ളത്. വെള്ളം ആഗീകരണം ചെയ്യില്ല, വായുവിലൂടെ കൂടുതൽ സ്ഥിരതയോടെ സഞ്ചരിക്കും. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ബോളിന്റെ രൂപകൽപ്പന. ഇനി നാം നോക്കുന്നത് ഒരു ബോളിന്റെ ഭാരം എത്രയാണെന്ന്. അറിയാവോ കൂട്ടുകാരെ നിങ്ങൾക്ക് ബോളിന് എത്ര ഭാരം വരും, എത്ര വലിപ്പം വരും എന്നുള്ളത്?
ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 68 മുതൽ 70 സെന്റിമീറ്റർ വരെയുള്ള ചുറ്റളവാണ് ഒരു ബോളിനുള്ളത്. അതിന് ഭാരമോ 410-നും 450 ഗ്രാമിനും ഇടയ്ക്കാണ്. ഈ മാനദണ്ഡങ്ങൾ ഫിഫയുടെ ഔദ്യോഗിക നിയമങ്ങൾ പ്രകാരം നിശ്ചയിച്ചവയാണ്. തുടക്കകാലത്ത് ഇന്നത്തെ പോലെ കർശനമായ സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലായിരുന്നു, നിലവാരമില്ലായിരുന്നു. പിന്നീട് ലോകമെമ്പാടും ഏകീകൃത നിലവാരം വന്നു, എല്ലായിടത്തും സ്റ്റാൻഡേർഡൈസേഷൻ വന്നു. ഇതൊരു അത്ഭുതം എന്ന് പറയാവുന്നത് 1930 ലോകകപ്പ് ഫൈനലിൽ ആദ്യ പകുതിയിൽ ഒരു ടീമിന്റെ പന്ത്, അതായത് 2 ടീമാണല്ലോ കളിക്കുന്നത്, അവർ പന്തും കൊണ്ടായിരിക്കില്ല വരുന്നത്. അപ്പോ 1930 ലോകകപ്പില് ആദ്യ പകുതിയില് ഇപ്പൊ ഉറുഗ്വേയും ജർമ്മനിയും കൂടിയാണ് കളിക്കുന്നത് വിചാരിക്കുക. അപ്പോ ആദ്യത്തെ പകുതി ഉറുഗ്വേയുടെ ബോളായിരിക്കും കളിക്കുന്നത്, രണ്ടാമത്തെ പകുതിയില് ജർമ്മനിയുടെ ബോളായിരിക്കും കളിക്കുന്നത്. ഒരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഫിഫ എല്ലാ മത്സരങ്ങൾക്കും ഒരേ ഒരു ഔദ്യോഗിക പന്ത് മാത്രം ഉപയോഗിക്കുന്ന രീതി സ്വീകരിച്ചു. ഇനി നമ്മുടെ ഔദ്യോഗിക പന്തിന് പേര് നൽകിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1930 മുതൽ 1966 വരെ ഓരോ ലോകകപ്പിനും ഉപയോഗിച്ച പന്തുകൾക്ക് പ്രത്യേകമായ ഔദ്യോഗിക പേരുകൾ ഇല്ലായിരുന്നു. 1970 മെക്സിക്കോ ലോകകപ്പിൽ ആദ്യമായി ഔദ്യോഗിക പേര് മത്സര പന്തിന് നൽകി, അതാണ് ടെൽസ്റ്റർ. 1970 മെക്സിക്കോ ലോകകപ്പിൽ നടത്തിയ ബോളിന്റെ പേരാണ് ടെൽസ്റ്റർ. ഇത് നിർമ്മിച്ചതാരാണ്? അഡിഡാസ് കമ്പനിയായിരുന്നു. കാരണം ലെതറിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ആ ഒരു ബോളാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അത് ടെലിവിഷൻ സംപ്രേഷണത്തിന് വേണ്ടിയിട്ടാണ് കറുപ്പും വെളുപ്പും വന്നതെന്ന് പറഞ്ഞു. 32 പാനൽ രൂപകൽപ്പനയാണ് അതിൽ ചെയ്തതെന്ന് ഞാൻ പറയുന്നു. അതിനാലാണ് ടെൽസ്റ്റർ എന്ന പേര് വന്നത്. 1970 ഈ ബോളിന് ടെൽസ്റ്റർ എന്ന പേര് എന്ന കാര്യം എന്താണ്? ടെലിവിഷൻ സ്റ്റാർ എന്ന് നിലയ്ക്കാൻ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോൾ ടെലിവിഷനിൽ സ്റ്റാറായി കാണുന്നത് കൊണ്ടാണ്, ടെലിവിഷനിൽ സ്റ്റാർ ആയതുകൊണ്ടാണ് ആ ബോളിന്റെ പേര് ടെൽസ്റ്റാർ എന്ന് ഇട്ടത്. അതിനുശേഷം എല്ലാ ലോകകപ്പിനും പ്രത്യേക പേരുകളുള്ള പന്തുകൾ പുറത്തിറങ്ങി. ഞാൻ ചില പേരുകൾ പറയാം, വ്യത്യസ്തമായ പേരുകളാണ് ഞാൻ പറയുന്നത്. 1970 ടെൽസ്റ്റർ എന്നാണ് അറിയപ്പെട്ടത്. 1974 ടെൽസ്റ്റർ ഡുറൈസ്റ്റ് എന്ന് പറഞ്ഞു. 1978 ടാങ്കോ, 1982 ടാങ്കോ എസ്പാന, 1986 അസ്കെക്ക, 1990 എത്രിസ്കോ യുണിക്കോ, 1996 ക്വസ്ട്ര, 1998 ട്രിക്കോളാറെ, 2002 ഫീവർനോവ, ടീം ഗിസ്റ്റ് എന്നാണ് 2006. 2010 ജബുലാനി, 2014 ബ്രസൂക്ക, 2018 ടെൽസ്റ്റാർ 18, 2023 അൽ റിഹില, അറബിൽ യാത്ര എന്നാണ് അതിന്റെ അർത്ഥം. 26 ബോളിന്റെ പേരാണ് റയോണ്ട. ലോകകപ്പില് ആദ്യമായിട്ട് മസ്കോട്ട് 1966 ഇംഗ്ലണ്ട് ലോകകപ്പ് മുതലാണ് ഔദ്യോഗിക മസ്കോട്ട് അവതരിപ്പിച്ചു തുടങ്ങിയത്. ആദ്യ മസ്കോട്ട് വേൾഡ് കപ്പ് വില്ലി എന്ന സിംഹമായിരുന്നു. നമ്മുടെ ഏഷ്യാഡിന് അപ്പുവായിരുന്നല്ലേ, പല പല ഗെയിമുകൾക്കും ഒരു മൃഗത്തിനെ കൊടുക്കാറുണ്ട്, അതാണ് മസ്കോട്ട്. ലോകകപ്പിന്റെ വിപണന ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഈ മസ്കോട്ട്. നമ്മുടെ യാത്ര തുടരുകയാണ് ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രങ്ങളിലൂടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ.
ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.